വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കാണിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. നോമ്പിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബോൺലെസ് ചിക്കൻ ചെറുതായി കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊന്ന് മസാല വരക്കി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഉപ്പും മുളക് പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ മെയിനായിട്ട് വേണ്ടത് ഒറിഗാനോ ആണ്. അത് മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം. അതാണ് ഈ ഒരു റെസിപ്പീൻ്റെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും സോയാ സോസും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ബട്ടറിലാണ് ചെയ്തെടുക്കുന്നത്. നമ്മളൊരു റെസിപ്പീൻ്റെ നല്ലൊരു ടേസ്റ്റ് കൊണ്ടുവരുന്നത് ഈ ബട്ടർ ഒറിഗാനോ ഒക്കെ ചേർക്കുമ്പോഴാണ്. 1 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. കൂടുതലായിട്ട് ബട്ടർ ചേർക്കേണ്ട ആവശ്യമില്ല. ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ചെയ്യും. ഒറിഗാനോ എന്തായാലും നമ്മൾ ഈ റെസിപ്പിയിൽ ആഡ് ചെയ്യണം കേട്ടോ, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഈ റെസിപ്പീൻ്റെ ഒരു ഫ്ലേവർ ഒറിഗാനോൻ്റെ ഒരു ഫ്ലേവറാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും ക്യാപ്സിക്കനും എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കുറച്ചും കൂടി ചില്ലി ഫ്ലെക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം കേട്ടോ. ഇനി ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് 1 ടേബിൾ സ്പൂണോളം മൈദയും 1 കപ്പ് പാലും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ചെയ്യുക. അപ്പോൾ നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ നമ്മൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഒറിഗാനോ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് എരിവൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അവസാനമായിട്ട് ബട്ടറും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു ഫില്ലിങ്ങിന് ഉണ്ടാവല്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഫില്ലിങ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് അവിടെ മാറ്റി വെക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ടൈപ്പ് ഫില്ലിംഗ് ആണ്. ഇനി നമുക്കിതിലേക്കുള്ള ക്രേപ്പ് ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കാം. ഇത് നോർമലി നമ്മൾ സിൽക്ക് ദോശ എന്നൊക്കെ പറയൂലേ, ആ ഒരു രീതിയിലാണ് കേട്ടോ ഈ ഒരു ക്രേപ്പ് ഷീറ്റ് എന്ന് ഉണ്ടാക്കുന്നത്. ഇനി മൈദയും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ബട്ടറും 1 ടീസ്പൂണോളം ബട്ടറും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതൊരു തിക്കായിട്ടുള്ള ബാറ്ററാണ്. നമുക്ക് ഇത്ര തിക്ക് ആവശ്യമില്ല. കുറച്ച് ആ ജാറിൽ തന്നെ വെള്ളം ചേർത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ചേർത്ത് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് മതിയാവും. ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ചെറിയൊരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിന് കണക്കായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. വളരെ തിന്നായിട്ടാണ് ഞാനിവിടെ ഈ ഒരു ക്രേപ്പ് ഷീറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ക്രേപ്പ് ഷീറ്റ്. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഷീറ്റാണ് കേട്ടോ ഇത്. അങ്ങനെ ഇത് മുഴുവനായും ഇതുപോലെ ചുറ്റിച്ചെടുക്കുക. വളരെ തിന്നായിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ. തിരിച്ചിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഒഴിച്ച് നിന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം നമുക്കിത് പെട്ടെന്ന് തന്നെ എടുക്കാം. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവില്ല. അടിവശമൊന്നും കരിഞ്ഞു പോവാതെ ഈ ഒരു രീതിയിൽ തന്നെ എടുക്കാം. ഇനി നമ്മൾ ഫില്ലിങ് ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ അടിവശത്താണ്. അപ്പോൾ ഈ മേൽവശമാണ് നമ്മൾ ഇതുപോലെ വെച്ചിട്ടുള്ളത്. അടിയിലായിട്ട് മേൽവശം വെച്ച് ഫില്ലിങ് ഇതുപോലെ വെച്ച് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ദോശൻ്റെ അടിവശമാണ് ഫില്ലിങ് വെച്ചിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കുക. ഞാനിവിടെ ആദ്യം ഒന്ന് ട്രയാങ്കിൾ ഷേപ്പിൽ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഷേപ്പിൽ ചെയ്യാം, അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. കുറച്ചും കൂടി ഈസി നമുക്ക് സ്ക്വയർ ഷേപ്പിൽ ചെയ്തെടുക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ മുഴുവനായും സ്ക്വയർ ഷേപ്പിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വെറുതെ വീഡിയോയിലൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് ട്രയാങ്കിൾ ഷേപ്പ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ഫില്ലിങ് വെച്ച് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മുട്ടയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഷാലോ ഫ്രൈ പോലെ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 മുട്ടയും കുറച്ച് ഉപ്പ്, ചില്ലി ഫ്ലേക്സ്, മല്ലിയില ഇതൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബോക്സ് ഇതിൽ ഡിപ്പ് ചെയ്ത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ ചെയ്യുന്നത് തന്നെ വളരെ കുറച്ച് ഗീ ചേർത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഗീയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ കുറച്ച് ഗീ ചേർത്താൽ മതിയാവും കേട്ടോ. തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഇതൊന്ന് എടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ക്രേപ്പ് റെഡി ആയി. നിങ്ങൾക്ക് നോമ്പിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ. വളരെ ഈസിയാണ്. വളരെ കുറച്ച് ടൈമേ വേണ്ടൂ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ഒരുപാട് വീഡിയോസ് ചാനലിലുണ്ട്, കണ്ടു നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.